ഇപ്പൊ വരാവേ. ഇതിന്റെ പേരെന്താ? അല്ല, തേങ്ങാന്ന് തന്നെയല്ലേ ഇവിടെ പറയുന്നേ? അതേ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? തനിക്കെന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട. അമ്പലത്തിൽ കൊടുക്കാനാ തേങ്ങ. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ അടുത്തൊരു വേശ്യയുടെ വീടുണ്ടായിരുന്നല്ലോ, അറിയോ? നമ്മുടെ പച്ചക്കിളി അച്ചാമ്മയുടെ. ഓഹോ, അപ്പൊ താൻ അതിനിറങ്ങിയിരിക്കുകയാണല്ലേ? ഇയാളുടെ പരുങ്ങള് കണ്ടപ്പോഴേ തോന്നി എന്തോ പെശകാണെന്നു. ഏയ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വെറുതെ ഞാൻ. ഇയാളുടെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ടല്ലോ. വയസ്സുകാലത്ത് തനിക്ക് വരെ പണിയൊന്നുമില്ലടോ. അയ്യോ, എനിക്ക് വേണ്ടിയിട്ടല്ലേ കുഞ്ഞ്, ഈ കാറിലിരിക്കുന്ന സാറിന് വേണ്ടിയിട്ടാ. ഓരോരുത്തന്മാര് രാവിലെ ഇറങ്ങും. ഈ പ്രായത്തിൽ അയാളൊരു ധൈര്യം കണ്ടില്ലേ? ചേച്ചി, സാധനങ്ങളെല്ലാം വാങ്ങിയില്ല അരവിന്ദ? പിന്നെ കാർ ഒന്ന് സർവീസിന് കൊടുക്കണം. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ പൊയ്ക്കോളൂ. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ല, എനിക്ക് കുറച്ച് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാ. നീ കാര്യം എന്താ വെച്ചാ പറ. സാറിന്റെ പോക്കത്ര ശരിയല്ല. ആ ഗോപാലൻ നായരും കൂട്ടനുണ്ടാവും. എന്താ അങ്ങനെ തോന്നാൻ? ഇന്ന് കാലത്ത് അവര് പോയത് ഈ നാട്ടിലെ ഏറ്റവും ചീത്തപ്പേരുള്ള ഒരു സ്ത്രീ അന്വേഷിച്ച. എന്നിട്ട് ശരിക്കും സ്ഥലം അറിയാത്തോണ്ട് ഒരു കടയുടെ മുന്നിൽ നിർത്തി വഴി ചോദിച്ചു. നാട്ടുകാർ കൈവെക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. സത്യമാണോ നീ പറയണേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചുമ്മാ പറയോ ചേച്ചി? ഏതായാലും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു എന്ന് സാർ അറിയണ്ട. ചേച്ചി ഇനി ഒന്ന് ശ്രദ്ധിച്ചാ മതി. എന്തൊക്കെയാ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നു. പക്ഷേ എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ വയസ്സുകാലത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. വയസ്സായിരുന്നോ? ആർക്ക്? പലം പറയണമെങ്കിൽ തെളിച്ചു പറയടി. എനിക്ക് ഉറക്കം വരുന്നു. വല്ലാത്ത ക്ഷീണം. ക്ഷീണം കാണും, ക്ഷീണം കാണും. കാലത്ത് ഇവിടുന്ന് പോയാ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചെയ്യണേ. ഞാനൊന്നും അറിയണില്ല എന്ന് കരുതണ്ട. നീ എന്തറിഞ്ഞെന്ന? ഗോപാലൻ നായരോട് ഇന്ന് എവിടെ പോയതാ? കല്ല് കിട്ടാണ്ട് രണ്ടുപേരും കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നിരിക്കല്ലേ? കറക്റ്റായിട്ട് നിന്നോട് ആരാ പറഞ്ഞേ? എടി അമ്മണി, ഇതൊക്കെ നിന്നോട് പറയാതെ ഞാൻ കൊണ്ടു കിടക്കുകയായിരുന്നു. പിന്നെ എല്ലാരും ഭാര്യമാരുടെ സമ്മതം വാങ്ങിയിട്ടാണല്ലോ ഇതിനൊക്കെ പോവാറ്. അയ്യോ, അതല്ലടി. നമ്മുടെ നന്ദുവിനെ ഏതൊരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെന്നും അവിടെ പോകാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. അതന്വേഷിക്കാൻ വേണ്ടി പോയതാ. വേണ്ടാത്തിന് പോയതും പോരാ, എന്നിട്ട് കുറ്റം മരുമോനും. നീ ഒന്ന് വിശ്വസിക്കേണ്ട അമ്മണി, സത്യമായിട്ട് ഞാൻ അന്വേഷിക്കാൻ പോയതാ. വേണമെങ്കിൽ നിന്റെ തലേ തൊട്ട് സത്യം ചെയ്യാം. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. 2 ദിവസം കഴിയുമ്പോ മോളിങ് എത്തുമല്ലോ. അപ്പൊ അവളുടെ തല തൊട്ട് സത്യം ചെയ്താൽ മതി. എന്നാലേ എനിക്ക് വിശ്വാസമാകൂ. അമ്മണി, സത്യത്തിന്റെ മുഖം എപ്പോഴും പോയോ? രാമേട്ടാ, രാമേട്ടോ. ആഹാ, ഇതാരൊക്കെയാ? രാമേട്ട വിളിച്ചേ. ഒരു രക്ഷയില്ല, ചേട്ടൻ ഭയങ്കര ഉറക്കാ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി? ഇത്തിരി ചിക്കിളി കിട്ടുന്ന കാര്യമായി ഇങ്ങോട്ട് വരാൻ പറ. ആണോ? ഇപ്പൊ വിളിക്കാവേ. കാശെന്ന് പറഞ്ഞ ഇത്ര ആപ്റ്റുള്ള ഒരു ഫാമിലി. നീ ഒന്ന് ഉഷാറായിട്ട് വെച്ചടാ. ഒന്ന് എഴുന്നേറ്റേ. ആ നന്ദോ വേണം വന്നിരിക്കുന്നു. എന്തോ കാശ് കിട്ടുന്ന ഏർപ്പാടാ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളിരിക്കേ. ഇങ്ങനെ ഇരിക്കാൻ. ഈ പ്ലാൻ വേണോ? വേണം. ദാമോട്ടൻ സമ്മതിക്കൂ? സമ്മതിപ്പിക്കണം. നിങ്ങളായിരുന്നോ? ഉറങ്ങായിരുന്നു പറഞ്ഞിട്ട് കുളിക്കായിരുന്നു. ഞാനൊന്നും ഉറങ്ങി, എന്നിട്ട് കുളിച്ചെഴുന്നേറ്റു. അതുകൊണ്ട് നിങ്ങൾ വന്ന കാര്യം പറ. ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിരുന്നു. നല്ല ഉറക്കം. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല. പിന്നെന്താ വിശേഷിച്ച്? ഒരു ഗംഭീര പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിന് ചേട്ടന്റെ ചെറിയൊരു സഹായം വേണം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വലിയ പ്ലാനുമായി വന്നിട്ട് കരാട്ടക്കാരെ കൊണ്ടുവന്ന് നന്ദുവിന്റെ കാശ് കളഞ്ഞല്ലേ? എന്നിട്ടെന്തായി? ഇവന്റെ അമ്മാവൻ ക്ഷമിക്കുന്നു ഞാൻ വിചാരിച്ച. പക്ഷെ ഇത് അതുപോലല്ല. ഇതൊരു കോസ്റ്റ്ലി പ്ലാനാ. ഈ പ്ലാൻ ഏറ്റാൽ ഇവന്റെ അമ്മാവനെന്നല്ല, ലോകത്തൊരമ്മാവനും പിന്നെ ക്ഷമിക്കില്ല. അതുപോലത്തെ കടുത്ത കൈയല്ലേ. ഈ പ്ലാൻ വേണോ? വേണം. ഇതിൽ എന്റെ റോൾ എന്താ? പോലീസ് തന്നെ. ജോലി പോയി കിട്ടൂ. ഈ ജോലി പോയാ പോട്ടേന്ന് വെറും പി സി അല്ലേ. ചേട്ടനെ ഞാൻ സർക്കിളാക്കും. പക്ഷെ കുറച്ച് കാശാണ്. നീ കാര്യം പറയടാ. പിന്നെ സ്റ്റേഷനിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ആ ജീപ്പ് ഒന്ന് അറേഞ്ച് ചെയ്യാം. അയ്യോ, ജീപ്പോ? അതിന്റെ ചെലവെന്താന്ന് വെച്ചാൽ തന്നേക്കൊണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുപ്പി എണ്ണ, ഒരു വരേൻ അണ്ടർവെയർ, ഒരു വിലങ്ങ്, പിന്നെ അച്ചാമ്മ. അച്ചാമ്മ? അതാര്? പച്ചക്കിളി അച്ചാമ്മ. അധികം സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ എന്റെ മനസ്സിൽ വരുവായിരുന്നാടാ നന്ദു.
ചവിട്ട് ചവിട്ടി കുഴക്ക് ശരിക്കും. ചവിട്ട് ചവിട്ട് സിലിക്ക് ചവിട്ടിയില്ലേ അതുപോലെ അമർത്തി ചവിട്ട് പച്ചക്ക്. ഇവളൊന്ന് പതുക്കെ ചവിട്ടാൻ പറ. എടാ ഇവളുടെ ചവിട്ട് കൊള്ളാൻ ഇവിടുത്തെ ചെറുപ്പക്കാർ ക്യൂ നിൽക്കുക. ഈ ദാമോട്ടനെ കാണുന്നില്ലല്ലോ. നീയെല്ലാം വേണ്ട പോലെ അറേഞ്ച് ചെയ്തിട്ടില്ലേ? ചവിട്ട് വേസ്റ്റ് ആവല്ലേ? നീ ധൈര്യമായിട്ടിരിക്കെ, അമ്മാവനും ദാമ്പേട്ടനും ഒരുമിച്ചെത്തും. അമ്മാവൻ അമ്മാവൻ എടി പച്ചക്കിളി, എന്താ ചേട്ടാ? നല്ല ചവിട്ട് തിരുമണി, ശരീരമൊക്കെ നിളകട്ട്. ഇറങ്ങി വേണോ? പട്ടാപ്പകല് വെള്ളോടിയും പെണ്ണുപിടി IPC 132 ബി പ്രകാരം രണ്ടെണ്ണത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നടക്കണം സ്റ്റേഷനിലേക്ക്. വലിയടത്ത കൊച്ചാൻ എഞ്ചിനീയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നേരം വെളുത്ത കള്ളും വേണം പെണ്ണും വേണം. അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മെക്കിട്ട് കയറും. ഇങ്ങനെയുണ്ടപ്പോ മനുഷ്യന്മാര്. എന്താ അവന്റെ ഭാവം? എന്റെ മുഖത്ത് ചെളിവാരി എറിയാനാണോ? കാരണവന്മാരുണ്ടാക്കിയ സൽപ്പേരായി തറവാടിനുള്ളത്. അത് കൂട്ടാനല്ലാതെ ഒരു പിടി പോലും ഞാൻ കുറച്ചിട്ടില്ല. ചെറുപ്പം മുതൽ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഈ നിലയിലെത്തിയിരിക്കുന്നത്. അവസാന കാലത്തെങ്കിലും എനിക്ക് കുറച്ച് മനസമാധാനം വേണം. മനസ്സിലായില്ലേ? നീ അവനെ ഒന്ന് ഉപദേശിക്കും. നല്ല ബുദ്ധി തോന്നാൻ ഈ വഴിപാട് നടത്താം. ഭാഗ്യക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയുമോ എന്തോ. പറഞ്ഞത് കുറച്ച് കൂടി പോയി തോന്നുന്നു. അവനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലല്ലോ. അവനെ ഓടിക്കേണ്ട അവസ്ഥ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അവൻ എന്തു പറ്റിയോ ആവോ. ഭാഗ്യയുടെ കഷ്ടകാലം അല്ലാതെ എന്തു പറയാൻ. നന്ദുവിനെ കാണുമ്പോ എന്റെ മോള് ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോ രാഘവന്റെ കാര്യം വേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാ. കുറെ കഴിയുമ്പോ എല്ലാം ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ച് സമാധാനിക്കാം. അധികം ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. എന്തൊക്കെ ഉണ്ട് മാധവന്മാരെ മരുമകന്റെ പുതിയ വിശേഷങ്ങള്? വിശേഷങ്ങളല്ലേ ഉള്ളൂ. വലിയ തറവാട്ടുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതും തറവാടിത്തത്തിന്റെ ഒരു ഭാഗമായിരിക്കും. മകളെ കെട്ടാൻ പോണ ആളാണ് പോലും. അച്ഛനെ പോലുള്ള സ്ത്രീകൾ നാട്ടിലുള്ളപ്പം അയാൾക്ക് എന്തിനാ വേറൊരു കല്യാണം? നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ വലിയ പ്രശ്ന. പക്ഷെ മാന്യന്മാര് തെരഞ്ഞു നടക്കുന്ന ചിലർക്ക് ഇത് നിസ്സാര. തന്റെ വീട്ടിലൊന്നും വന്ന് ആരും കയറിയില്ലല്ലോ. മരുമകൻ എന്തോ തെറ്റിയതിന് ഇദ്ദേഹം എന്ത് വിളിച്ചു? മാന്യന്മാരെ അവളിച്ചാണ്ടല്ലോ. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. വേണ്ട കുട്ടി, വഴക്കൊന്നും നിൽക്കണ്ട. ഒക്കെ എന്റെ യോഗ. അങ്കിൾ വിഷമിക്കരുത്. അങ്കിളിനെ പോലെ ഇത്രയും ഡീസന്റ് ഒരു മനുഷ്യനെ ആരെങ്കിലും വേദനിപ്പിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. കുട്ടി പറയുന്നതിലും കാര്യമുണ്ട്. ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിലേ ഞാനും രണ്ടു തന്നെ. പോട്ടെ ഏട്ടാ, വരുമുണ്ട്. ഇത് ഇവിടെ വെച്ച് മറക്കണം. വിവരമില്ലാത്തൊരെന്തോ പറഞ്ഞു എന്ന് കണക്കാക്കിയാൽ മതി. അങ്കിളിന്റെ നല്ല മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ. എന്റെ നന്ദു, നീ ഒന്ന് ഉഷാറായിട്ടിരിക്കേ. ഇപ്പൊ നിന്റെ അമ്മാവന്റെ മനസ്സ് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീയും രാധുവുമായുള്ള കല്യാണം നടത്തണോ വേണ്ടയോ, നടത്തണോ വേണ്ടയോ? അപ്പൊ ചെറിയൊരു തള്ള്. അതോടെ ഈ ജന്മത്ത് നിന്നെ കൊണ്ട് കെട്ടിക്കണ്ടെന്നങ്ങ് തീരുമാനിക്കും. ആ തള്ള് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേതാ ഞങ്ങൾ അറിയാത്തൊരു പ്ലാൻ? അതോ, അത് സസ്പെൻസ്.